ഹലോ. നമ്മളെ 100 തവണ ഒരാളെ സഹായിച്ചാൽ അദ്ദേഹത്തിന് അത് ഓർമ്മയിൽ നിൽക്കത്തു പോലുമില്ല. എന്നാൽ ഒരു തവണ ഒന്ന് സഹായിക്കരുത് നോക്ക്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് രജിസ്റ്റർ ചെയ്ത പോലെ കാണും നമ്മൾ അദ്ദേഹത്തിനെ സഹായിച്ചില്ലല്ലോ എന്ന്. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ, മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ ഈ വഴിയെ പോകുന്നവരും ഇറങ്ങുന്നവരും എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്, ബന്ധുക്കളാണ്, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയും. എന്നാൽ കുറച്ച് പൈസയും കുറഞ്ഞ് ബിസിനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് കടങ്ങളും കൊണ്ടൊന്ന് കയറി നോക്കി, ഇവരെല്ലാം നമ്മളെ പെണ്ണെ കണ്ടാലും വരത്തില്ല. ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളായിരിക്കും, നമുക്ക് വേണ്ടി കുത്തുവാക്കുകൾ പറഞ്ഞ് ഇവർ മാത്രമായിരിക്കും. അനാഥരെ പോലെ ജീവിക്കേണ്ടി വരും. അനാഥർക്ക് പിന്നെ ആരെങ്കിലും കാണും, നമുക്കോ ആരും കാണത്തില്ല. അതും ഒരവസ്ഥയാണ്. നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചാലും പിന്നെ നമ്മളെ ആരെങ്കിലും വെറുത്താലും നമ്മളാരെയും വെറുക്കാൻ പാടില്ല. നമ്മളെ ആരെങ്കിലും വെറുക്കുവാണെങ്കിൽ ആ ഭാഗത്തോട് നമ്മൾ പോകാനും പാടില്ല. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിന് ഒരു മുറിവേറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചിരിക്കണം. അതാണ് ഈ ലോകത്തിൽ ഏറ്റവും ഇപ്പോൾ വേണ്ടത്. നമ്മൾ ആ കഴിവ് ആർജിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ എല്ലാവരും തഴങ്ങുകളയും. അതുമാത്രമല്ല, മുന്നിൽ നിന്ന് ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ, നമ്മുടെ പിന്നിൽ കടാരയായിട്ട് നിൽക്കുകയാണ് നമ്മളെ കൊല്ലാനും നമ്മളെ ചീറ്റ് ചെയ്യാനായിട്ട്. സോ വളരെ സൂക്ഷിച്ച് പോകേണ്ട ഒരു കാലഘട്ടം സൊസൈറ്റിയാണ് നമ്മുടേത്. സോ നിങ്ങളെല്ലാവരും വളരെ സൂക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കുക. മനസ്സിലായോ?